നമ്മൾ കേരളീയർ തിരുവാതിര ആഘോഷിക്കുന്നത് ഭഗവാന്റെ ധനുമാസത്തിലെ തിരുവാതിര ഭഗവാന്റെ ജന്മദിനമായിട്ടാണ്. പക്ഷെ ഭഗവാന് ജന്മമരണങ്ങളില്ലല്ലോ. അപ്പോൾ കേരളത്തിന് പുറത്ത് ഉള്ളവർ, തമിഴ്നാട്ടിലുമൊക്കെ ഉള്ളവർ പറയുന്ന കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം മഹാവിഷ്ണു ശേഷനാഗിന്റെ മുകളിൽ ഇങ്ങനെ അനന്തശയനത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്തോ ചിന്തിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. അത് കണ്ടുകൊണ്ട് ശേഷനാഗ് ചോദിച്ചു, എന്താണ് ഭഗവാനെ ചിന്തിക്കുന്നതെന്ന്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ശ്രീ പരമേശ്വരന്റെ നടരാജന്റെ നടനം ഇങ്ങനെ കാണുകയായിരുന്നു. അപ്പോൾ ശേഷനാഗിനും അത് കാണാനൊരു കൊതി. അത് കാണാൻ ഞാൻ എന്ത് ചെയ്യണം ഭഗവാനെ എന്ന് ചോദിച്ചപ്പോൾ, നീ ചെന്ന് തപസ് ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശേഷനാഗ് വലിയ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് നടനം കാണണമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ കളിച്ചു കാണിച്ചു. അത് ആ ദിവസമാണത്രേ തിരുവാതിര. പല മുനിമാരും അതേ ദിവസം തന്നെ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഈ രാജനടനം കണ്ടു അത്രേ. അതിൻ്റെ ഒരു അനുസ്മരണമായിട്ടാണ് ഇങ്ങനെ തിരുവാതിര കളി അതുപോലെയൊക്കെയുള്ള നൃത്തങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നത്. മാർഗഴി മാസത്തിലെ തിരുവാതിരയിലാണ് ഈ തിരുവാതിര ദശൻവ്രതം അവർ കൊണ്ടാടുന്നത്. നമ്മുടെ എല്ലാ ആഘോഷങ്ങൾക്ക് പിന്നിലും ശാസ്ത്രമുണ്ട്. ഇതിന് പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ ചലനത്തിലാണ്. ചലനം, അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഏതെങ്കിലും ഒരു ഗ്രഹം ചലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് എന്ന് വേറൊരു ഗ്രഹത്തിന്റെ മുകളിൽ വീഴും, അല്ലെങ്കിൽ സൗരയൂഥത്തിന്റെ കേന്ദ്രത്തിൽ പോയി വീഴും. അങ്ങനെയാണ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഈ ഭൂമിയിൽ. നമ്മുടെ ശരീരത്തിലുള്ളതായാലും ഈ ഭൂമിയിലുള്ളതായാലും അല്ലാതെ ഉള്ളതായാലും എല്ലാം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള അമ്പലങ്ങളിലും വളരെ വിപുലമായ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. പിന്നെ വളരെ വിചിത്രമായ ഒരു പ്രസാദം എന്തുവാണെന്ന് പറഞ്ഞാൽ പുഴുക്കാണ്. ഒരു 6 തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഇട്ടൊരു പുഴുക്ക്. അതിനകത്ത് കാച്ചിൽ കാണും, ചേന കാണും, പിന്നാണെങ്കിൽ ചീനി കാണും, ഉരുളക്കിഴങ്ങ് കാണും. അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ചേർത്തുള്ള ഒരു പുഴുക്ക്. മറ്റൊരു പ്രസാദം എട്ടങ്ങാടിയാണ്. അത് മിക്ക അമ്പലങ്ങളിലുമൊക്കെ നടത്താറുണ്ട് ഈ പ്രസാദ വിതരണമൊക്കെ. മറ്റൊരു ചടങ്ങെന്ന് പറയുന്നത് ദശപുഷ്പം ചൂടുന്ന ചടങ്ങ്. പാതിരാപ്പൂ ചൂടുക എന്ന് പറയത്തില്ലേ, അത് 10 പൂക്കൾ ഇങ്ങനെ ചൂടുന്നത്. കേരളത്തിൽ തന്നെ പല പ്രദേശങ്ങളിലും പല രീതിയിലാണ് ഇത് ആഘോഷിക്കുന്നത്. ഇതാണെങ്കിൽ ചിദംബരത്ത് തമിഴ് നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ആഘോഷിക്കുന്നത്. നടരാജന്റെ നടനത്തിന് ചെണ്ട കൊട്ടിയതും മണി മുഴക്കിയതും പിന്നാണെങ്കിൽ ഇങ്ങനെ വീണ വായിച്ചതും അതുപോലെ ഒരുപാട് മറ്റ് വാദ്യോപകരണങ്ങളില്ലേ, അതെല്ലാം ചെയ്തത് സുബ്രഹ്മണ്യ സ്വാമിയും ഗണേശനും പാർവതിയും നന്ദികേശ്വരനും ബാണാസുരനും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ്. തമിഴ്നാട്ടിലെ മറ്റു പല ശിവക്ഷേത്രങ്ങളിലും ഇങ്ങനെ ഈ മാർഗഴി മാസത്തിലെ തിരുവാതിരയുടെ അന്ന് ഉത്സവം നടത്താറുണ്ട്. തിരുവണ്ണാമലയിലെയും ചിദംബരത്തിലെയും ആർദ്ര ദർശനമാണ് ഏറ്റവും പ്രസിദ്ധമായത്. ഇങ്ങനെ തിരുവാതിര വ്രതം ആഘോഷിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കാനും, ദമ്പതികൾ തമ്മിൽ വഴക്കുണ്ടെങ്കിൽ അതൊക്കെ മാറാനും, കുട്ടികൾക്ക് ഐശ്വര്യം വരാനും, അങ്ങനെ ഒരുപാട് ഫലങ്ങൾ ഈ തിരുവാതിര വ്രതം എടുക്കുന്നത് കൊണ്ട് ഉണ്ടത്രേ. ഓം നമഃ ശിവായ.